തെരഞ്ഞെടുപ്പ് പൊളിറ്റിക്കൽ ഗ്രാഫ് ഉയർത്തിയ നേതാക്കളെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ വി ഡി സതീഷിനൊപ്പം പറയേണ്ട നേതാവിന്റെ പേരാണ് ഷാഫി പറമ്പിൽ. കിങ് മാത്രമല്ല, കിങ് മേക്കർ കൂടിയാവുന്നു എന്ന് പറഞ്ഞാൽ ജയിക്കാൻ മാത്രമല്ല ഷാഫി പറമ്പിലിന് ജയിപ്പിക്കാൻ കൂടി അറിയാം എന്ന് തെളിയിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ് പാലക്കാട്. രാഹുൽ മങ്കൂട്ടത്തിൽ ഷാഫിയുടെ നോമിനിയാണ് എന്നൊക്കെയുള്ള രാഷ്ട്രീയ ആരോപണമായി LDF ഉന്നയിച്ചതാണെങ്കിലും ആ നോമിനിയെ ഷാഫിക്ക് നൽകുന്ന കരുത്ത് ചെറുതൊന്നുമല്ല. സതീഷിനെ നമ്മൾ കിങ് എന്ന് വിളിക്കുകയാണെങ്കിൽ പ്രിൻസ് എന്ന് വിളിക്കേണ്ടി വരും. ചെറിയ രാജ, കിങ് മേക്കർ എന്ന് പറയാറില്ലേ എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ. ഇപ്പോ ഒരു DCCയുടെ ഒരു കത്ത് പുറത്തു വന്നിരുന്നു. ആ കത്ത് ശരിയായ കത്തായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ നല്ല സ്ഥാനാർത്ഥി K മുരളീധരനാണ് അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ എഴുതി ഒപ്പിട്ടൊരു കത്താണ്. അപ്പോൾ ആ കത്തിനെ മറികടന്നുകൊണ്ട് ഷാഫി പറമ്പിലിന് അദ്ദേഹത്തിന് മാത്രം താല്പര്യത്തിലൊരു സ്ഥാനാർത്ഥിയെ നിർത്തി ആ സ്ഥാനാർത്ഥിയെ അത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ജനങ്ങളുടെ വോട്ട് വാങ്ങിയെടുക്കാൻ ഷാഫി പറമ്പിലിന് കഴിയുന്നുവെങ്കിൽ ഷാഫി ശക്തനായ നേതാവാണ്. അതെ, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ ഷാഫിയുടെ കരുത്ത് കൂടുതൽ കൂടും. ആരോപണങ്ങളെയെല്ലാം അതിജീവിച്ച് വരുന്ന ഒരു നേതാവെന്ന ഒരു പരിവേഷം ഷാഫിക്ക് കിട്ടുകയും ചെയ്യും. മാത്രമല്ല ഷാഫിയുടെ ഒരു പേഴ്സണൽ കരിസ്മ. പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെയും VK ശ്രീകണ്ഠൻ MPയുടെയും എതിർപ്പുകളെ മറികടന്നാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയായി എത്തുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാവായ K മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു DCC ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടത്. എന്നാൽ തന്റെ പിൻഗാമിയായി പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ മത്സരിപ്പിക്കണമെന്ന ഷാഫിയുടെ നിർദ്ദേശം കോൺഗ്രസ് നേതൃത്വം അംഗീകരിച്ചു. എതിർപ്പുകളെല്ലാം കാറ്റിൽ പറത്തി കനത്ത മത്സരം കാഴ്ചവെച്ചാണ് 18,669 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുന്നത്. അത്ര എളുപ്പമായിരുന്നില്ല ഷാഫിക്കും രാഹുലിനും പാലക്കാട് കടമ്പ. പാർട്ടിക്കകത്തു നിന്ന് തന്നെയുണ്ടായ വെല്ലുവിളിക്കൊപ്പം ഉപതെരഞ്ഞെടുപ്പിലുടനീളമുണ്ടായ വിവാദങ്ങളും നേരിടേണ്ടി വന്നു. 2011 KSU സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കെയാണ് പാലക്കാട് നിന്ന് ഷാഫി നിയമസഭയിലേക്ക് എത്തിയത്. ഈ കാലത്ത് നേതൃസ്ഥാനത്തേക്കെത്തിയ മറ്റു യുവനേതാക്കളെക്കാൾ കോൺഗ്രസിൽ ശക്തനാകാൻ ഷാഫിക്ക് കഴിഞ്ഞു. കോൺഗ്രസിന്റെ സൈബർ മുഖമായിരുന്ന VT ബൽറാം തൃത്താലയിൽ പരാജയപ്പെട്ടതോടെ സ്വാധീനം കുറഞ്ഞു. PC വിഷ്ണുനാഥ് അടക്കമുള്ള നേതാക്കൾ പാർട്ടിയിലുണ്ടെങ്കിലും ഷാഫിയെപ്പോലെ ക്രൗഡ് പുള്ളറാവാൻ കഴിഞ്ഞിട്ടില്ല. 24 തിരുവനന്തപുരം.